Hi students, welcome to the lecture. Now we will be dealing with Lindhal pricing and Lindhal equilibrium. So without much delay, let's move on to the topic Lindhal pricing and Lindhal equilibrium. Introduction. Most governments collect funds from various sources to provide public goods or to finance transfer payments. അതായത് ഓരോ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള രീതിക്ക് ഗുഡ്സ് പബ്ലിക് ഗുഡ്സ് എന്താണ് പബ്ലിക് ഗുഡ്സ് നോൺ റൈവാൽറസ് ആയിട്ടുള്ളതും നോൺ എക്സ്ക്ലൂഡബിൾ ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പബ്ലിക് ഗുഡ്സ് ജനറൽ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സിനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഫണ്ട് ആവശ്യമാണ്. സോ ഈ മെയിൻ ആയിട്ടുള്ള ഫണ്ട് കളക്ഷൻ അല്ലെങ്കിൽ ഈ പബ്ലിക് ഗുഡ്സിനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെന്റ്സിനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റവന്യൂ സോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടാക്സേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു വോളണ്ടറി എക്സ്ചേഞ്ച് മോഡലിൽ ടാക്സ് ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഡിറ്റർമൈൻഡ് ആയിരിക്കും. അതിന് കാരണം എന്താണ്? ടാക്സ് പേയേഴ്സ് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അനുസരിച്ചിട്ടാണ് ടാക്സ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് ലെവൽസ് എങ്ങനെയായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഡിറ്റർമൈൻഡ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് എന്ത് ടൈപ്പ് മോഡലാണ്? വോളണ്ടറി എക്സ്ചേഞ്ച് മോഡൽസ് ആണ് വരുന്നത് ഇവിടെ. ഓക്കെ, പുട്ടിങ് ഇറ്റ് ഇൻ അനദർ വേ, the individuals who benefit most from the public goods pay most of the taxes. So ആരാണോ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിൽ നിന്ന് ബെനിഫിറ്റ് റീപ്പ് ചെയ്യുന്നത് അവർക്കായിരിക്കും കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. For analyzing the voluntary exchange or benefit theory, two models have been discussed. So ഈ ഒരു വോളണ്ടറി എക്സ്ചേഞ്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് തിയറി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മോഡൽസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ലിൻഡാൽ മോഡൽ, രണ്ടാമത്തേത് ബോവൻ മോഡൽ. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ലിൻഡാൽ മോഡൽ ആയിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ. Lindhal's model is formulated by Erik Lindhal. Okay, he was a Swedish economist and also a professor of economics at Uppsala University, and he was also an advisor to government of Sweden and central bank. Lindhal modeled the question of financing public goods in harmony with individual benefit. So എങ്ങനെ പബ്ലിക് ഗുഡ്സിനെ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആര് നോക്കുന്നത്? എറിക് ലിൻഡാൽ നോക്കിയിരിക്കുന്നത്. Financing public goods in harmony with എന്താണ്? individual benefits. Okay, then the quantity of public goods satisfies the requirement that the total marginal benefit is equal to the total marginal cost of providing the good. So the quantity of public good എന്താണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ മാർജിനൽ ബെനിഫിറ്റ് ഈക്വൽസ് എന്താണ്? മാർജിനൽ കോസ്റ്റ്. അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിനോട് ഈക്വലന്റ് ആയിരിക്കും അഡീഷണൽ ആയിട്ട് വരുന്ന ബെനിഫിറ്റ്. അതാണ് ഒരു ക്വാണ്ടിറ്റി ഓഫ് പബ്ലിക് ഗുഡ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട റിക്വയർമെന്റ്. ആൻഡ് ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ സച്ച് ഇക്വിലിബ്രിയം, ഇങ്ങനത്തെ ഒരു ഇക്വിലിബ്രിയം എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? സം ഓഫ് ദ ഡിക്ലയർഡ് വില്ലിംഗ്നെസ് ബി ഗ്രേറ്റർ ദാൻ ദ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊവിഷൻ. സോ എന്താണ് ഡിക്ലയർഡ് വില്ലിംഗ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്. കോസ്റ്റിനേക്കാൾ എന്തായിരിക്കണം കൂടേണ്ടത്? ഡിക്ലയർഡ് വില്ലിംഗ്നെസ് ആയിരിക്കണം കൂടേണ്ടത്. ആൻഡ് സെക്കൻഡ് വൺ, ദ മിനിമം വില്ലിംഗ്നെസ് ടു പേ ഈസ് പോസിറ്റീവ് ആൻഡ് നോൺ സീറോ. അതായത് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് നോട്ട് സീറോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു ക്വാണ്ടിറ്റി ഓഫ് പബ്ലിക് ഗുഡ് എന്ത് റിക്വയർമെന്റ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? മാർജിനൽ ബെനിഫിറ്റ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണ്. ആ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യണമെന്നതിന് രണ്ട് കണ്ടീഷൻസ് ആണ് വേറെ ഉള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞിരിക്കുന്നത് ഡിക്ലയർഡ് വില്ലിംഗ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ കോസ്റ്റിനോടിനേക്കാളും കൂടുതലായിരിക്കണം. രണ്ടാമത്തേത് മിനിമം വില്ലിംഗ്നെസ് ടു പേ ഉണ്ടായിരിക്കണം. അത് പോസിറ്റീവ് ആയിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Erik Lindhal was deeply influenced by his professor and mentor, Ned Wicksell, and proposed a method of financing public goods permissible to show that consensus politics is possible. So, എറിക് ലിൻഡാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്
നട്ട് വിക്സലിന്റെ സ്റ്റുഡന്റ് ആണ്. ആൻഡ് അദ്ദേഹം എന്താണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെ ഈ ഒരു ഫിനാൻസിങ് പോസിബിൾ ആകും എന്നുള്ളതാണ് കാണിക്കുന്നത്. ആസ് പീപ്പിൾ ആർ ഡിഫറെന്റ് ഇൻ നേച്ചർ, ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്, അവരുടെ പ്രിഫറൻസസ് ഡിഫറെന്റ് ആണ്. ആൻഡ് കോൺസെൻസസ് റിക്വയർസ് ഈച്ച് ഇൻഡിവിജ്വൽ ടു പേ എ somewhat different tax for every service or goods that he consumes. സോ ഓരോ വ്യക്തികളുടെയും താല്പര്യങ്ങളും പ്രിഫറൻസുകളും വ്യത്യാസമായതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഓരോ പബ്ലിക് ഗുഡിന് കൊടുക്കുന്ന എമൗണ്ടും വ്യത്യാസമായിരിക്കും. If each individual's tax price is set equivalent to the marginal benefits received, each individual is made better off by provision of public good and may accordingly agree to have that service level provided. So ഇവിടെ എന്താ സംഭവിക്കുക, ഓരോ ഇൻഡിവിജ്വൽസും അവർക്ക് ലഭിക്കുന്ന മാർജിനൽ ബെനിഫിറ്റ്സ് അനുസരിച്ചിട്ടാണ് ടാക്സ് പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ബെറ്റർ ഓഫ് ആകുന്ന പൊസിഷനിലായിരിക്കും ആ പബ്ലിക് ഗുഡ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ഇനി എന്താണ് ലിൻഡാൽ ടാക്സ്? A Lindhal tax is a system of taxation in which the individuals pay for the provision of a public good in accordance with their marginal benefit. So ഓരോ വ്യക്തികളും അവർക്ക് കിട്ടുന്ന മാർജിനൽ ബെനിഫിറ്റ് അനുസരിച്ചിട്ടാണ് ടാക്സ് പേ ചെയ്യുന്നത് എന്ന് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടാക്സ് സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, a Lindhal tax. Okay. For example, if A loves scenic beauty and likes to be close to nature, he might be ready to pay $5 per day for sitting in a park. Whereas a college student who does not like to visit a park may often will not be ready to pay so much, but might agree to pay $1. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഒരു വ്യക്തി എ ഉണ്ട് ബി ഉണ്ട്. എക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സീനറി ഒക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യും, അയാൾക്ക് ഒരു കുഴപ്പമില്ല, എത്ര നേരം ഒരു പാർക്കിൽ പോയിരുന്നാലും അയാൾക്ക് അതിന് 5 രൂപ ഒരു ദിവസം വെച്ച് കൊടുക്കുന്നതിന് ഒരു നഷ്ടം തോന്നത്തില്ല. പക്ഷെ ഒരു കോളേജ് സ്റ്റുഡന്റിനെ കൊണ്ട് എല്ലാ ദിവസവും പാർക്കിൽ ഇരുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കുക, അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ പേ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു $1 എങ്കിലും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും കിട്ടുന്ന ബെനിഫിറ്റ് അനുസരിച്ചിട്ട് മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. So a person values a good more, pays more. Okay. In such cases, the problem of supply of the public good at the optimum level arises. So ഇവിടെ അപ്പം എന്ത് വരും, പബ്ലിക് ഗുഡ് സപ്ലൈ അതിന്റെ ഒപ്റ്റിമൽ ലെവലിൽ അറൈസ് ചെയ്യണം എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ ലിൻഡാൽ ടാക്സേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ, ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനത്തെ ഒരു കേസ് വരുവാണെങ്കിൽ, ഇപ്പോൾ ഓരോ വ്യക്തികൾക്ക് താല്പര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ടാക്സ് പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ദ പ്രോബ്ലം ഓഫ് സപ്ലൈ ഓഫ് പബ്ലിക് ഗുഡ് അറ്റ് ഒപ്റ്റിമൽ ലെവൽ അറൈസസ്. അതായത് അതിന്റെ ഒപ്റ്റിമം ലെവലിൽ പബ്ലിക് ഗുഡ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനൊരു എന്താണ് സൊല്യൂഷൻ ആണ് ലിൻഡാൽ ടാക്സേഷൻ. ഓക്കെ, ലിൻഡാൽ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് 3 രീതിക്കാണ് സോൾവ് ചെയ്യുന്നത്. ഒന്നാമത്തേത് എക്സ്റ്റെൻഡ് ഓഫ് സ്റ്റേറ്റ് ആക്ടിവിറ്റി. എന്താണ് extent of state activity. രണ്ടാമത്തേത് എന്താണ്, allocation of total expenditure among various goods and services. So total expenditure ഒരുപാട് goods and servicesലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് allocate ചെയ്യുക. Then third one, allocation of tax burden. ഈ 3 രീതിക്കാണ് ലിൻഡാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ സ്റ്റേറ്റ് സർവീസസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ എക്സ് ആക്സിസിൽ എന്താ കാണാനായിട്ട് സാധിക്കുന്നത്, ക്വാണ്ടിറ്റി ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് വൈ ആക്സിസിൽ പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവിന്റെ ചേഞ്ച് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു പ്രൈസ്. ഓക്കെ, അല്ലെങ്കിൽ കോസ്റ്റ്. ദെൻ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്, ഇവിടെ നമുക്ക് എസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സപ്ലൈ കർവ്. എസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സപ്ലൈ കർവ്. ആൻഡ് ദാറ്റ് മീൻസ് എന്താണ്, സപ്ലൈ കർവ് എങ്ങനെയായിരിക്കും, ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് ഈസ് ലീനിയർ ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ഹോമോജീനിയസ്. രണ്ടാമത് ഹോമോജീനിയസും ആണ് ഈ ഒരു സപ്ലൈ കർവ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക് 3 ഡിമാൻഡ് കർവുകൾ കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഡി ഡി എ ഉണ്ട്, ഡി ഡി ബി ഉണ്ട്, ഡി ഡി ടി ഉണ്ട്. ഇതിൽ ഡി ഡി എ എന്ന് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന ടാക്സ് പെയറിന്റെ ഡിമാൻഡ് കർവാണ്. ആൻഡ് ഡി ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ബി എന്ന് പറയുന്ന ടാക്സ് പെയറിന്റെ ഡിമാൻഡ് കർവ്. ആൻഡ് ഡി ഡി ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡി എയും ഡി ബിയും 2 ടാക്സ് പെയേഴ്സിന്റെയും കൂടി സം എടുക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ഡിമാൻഡ് കർവാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡ് കർവാണ് ഡി ഡി ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ നോക്കുക, സപ്ലൈ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് QN ആണ്, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് QN ആണ് എന്നുണ്ട് എങ്കിൽ, ഓക്കെ, അതിൽ എന്തോരം ഡി എ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്,
ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും NE മാത്രമാണ് DA കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ടാക്സ് പെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ആ QN എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ എന്തോരമാണ് B കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് NF ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് വേറൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? NG ആണ്. ഓക്കെ, ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് NG ആണ്. സോ നമുക്ക് അവിടെ ഒരു ഇക്വിലിബറിയത്തിലോട്ടേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. സോ അവിടെ എന്താണ്, നമുക്കിവിടെ ഒരു ഷോർട്ട് ഫോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരു QG. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുവാണ്? നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് QNൽ നിന്ന് PMലോട്ടേക്ക് ഷിഫ്റ്റ് ആക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ എത്രത്തോളം A കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? JM ആണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? A കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് MR ആണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? B എന്ന് പറയുന്ന ടാക്സ് പെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദറ്റ് സെൻസ് നമുക്ക് എത്രത്തോളം സപ്ലൈ ഉണ്ടാവുന്നുണ്ട്? P ആണ് സപ്ലൈ വരുന്നിരിക്കുന്നത്. സോ P സപ്ലൈ വരുമ്പോഴത്തേക്കും ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈയും കൂടി ഇക്വിലിബറിയത്തിലാകുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ലിൻഡാൽ ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്ത് സംഭവിക്കും? മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും ഈക്വലന്റ് ആവും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് this equilibrium is reached at point P on a voluntary exchange basis. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, then moving on. ലിൻഡാൽ ഇക്വിലിബറിയം. ലിൻഡാൽ ടാക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് ബെനിഫിറ്റ് ടാക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിൻഡാൽ ഇക്വിലിബറിയം is a sort of economic equilibrium under such tax. Okay, it is a method of finding optimal level of supply of public good and service. So public good and service optimum level supply ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു equilibrium method ആണിത്. And ഈ ലിൻഡാൽ equilibrium happens when the total per unit price paid by each individual equals to the total per unit cost of the public good. So ഓരോ ഇൻഡിവിജ്വലും ഒരു പർട്ടിക്കുലർ ഗുഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രൈസും അതേപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഗുഡിന്റെ കോസ്റ്റും ഈക്വലന്റ് ആകുന്ന പോയിന്റിലാണ് ലിൻഡാൽ ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ലിൻഡാൽ ഇക്വിലിബറിയം ഷോസ് ഹൗ എഫിഷ്യൻസി ക്യാൻ ബി സസ്റ്റെയിൻഡ് ഇൻ ആൻ എക്കോണമി. ഒരു വ്യക്തിയുടെ പേഴ്സണലൈസ്ഡ് പ്രൈസസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രൈസസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇക്വിലിബറിയത്തിൽ എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാനായിട്ട് ഒരു എക്കോണമിയിൽ സാധിക്കുന്നത്, അതാണ് ഇവിടെ നോക്കിയിട്ടുള്ളത്. ഓക്കെ, so Johansson gave the complete interpretation of the concept of Lindhal equilibrium. The simple assumption of this concept is that every household's consumption decision is based on the share of cost they must provide for the supply of particular public good. So ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലിൻഡാൽ പ്രൈസിംഗ് അല്ലെങ്കിൽ ലിൻഡാൽ ഇക്വിലിബറിയത്തിന്റെ മെയിൻ അസംഷൻ എന്താണ്? ഓരോ ഹൗസ് ഹോൾഡിന്റെയും കൺസപ്ഷൻ ഡിസിഷൻ എത്രത്തോളം കോസ്റ്റ് അവർ ഓരോ പബ്ലിക് ഗുഡിനും പ്രൊവൈഡ് ചെയ്യണം എന്നതിനെ ആശ്രയിച്ചിട്ടാണ് എന്നുള്ളതാണ്. An importance of Lindhal equilibrium is that it fulfills Samuelson rule and is therefore said to be Pareto efficient. സോ ലിൻഡാൽ ഇക്വിലിബറിയത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സാമുവൽസൺ റൂൾ ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് പരേറ്റോ എഫിഷ്യന്റ് ആണെന്നാണ്. Despite the existence of public goods, okay, then it also establishes how efficiency can be reached in an economy with public goods by the use of personalized prices. So എന്താണ് ഈ ലിൻഡാൽ ഇക്വിലിബറിയം കാണിക്കുന്നത്? എങ്ങനെ നമുക്ക് എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും? by using this Lindhal pricing method. അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രൈസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്തിൽ? ലിൻഡാൽ ഇക്വിലിബറിയത്തിൽ. ആൻഡ് ഇത് സാമുവൽസൺ റൂൾ ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പരേറ്റോ എഫിഷ്യന്റ് ആണ്. ഓക്കെ, then the personalized prices equate individual estimate of public good to the cost of the public good. Lindhal pricing and taxation requires the knowledge of the demand functions for each individual for all private and public good. When information about marginal benefit is available only from the individuals themselves, they tend to underreport their valuation of a particular good. This gives rise to a preference revelation problem. So, ഈ ലിൻഡാൽ pricing method ഒരു
ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു പ്രിഫറൻസ് റിവീലേഷൻ പ്രോബ്ലം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈച്ച് ഇൻഡിവിജ്വൽ ക്യാൻ ലോവർ ഹിസ് ടാക്സ് കോസ്റ്റ് ബൈ അണ്ടർ റിപ്പോർട്ടിംഗ് ഹിസ് ബെനിഫിറ്റ്. സോ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്ക് അയാൾക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ ഗുഡിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആ കൊടുക്കാൻ പോകുന്ന ഗുഡിന്റെ ടാക്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് ഇൻഫർമേഷൻ പ്രോബ്ലം ഷോസ് ദാറ്റ് survey-based Lindhal taxation is not incentive compatible. Incentives to understate or underreport one's true benefits under Lindhal taxation resembles those of prisoner's dilemma. Game തിയറിയിലൊക്കെ prisoner's dilemma പറയാറില്ലേ, അപ്പൊ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ബേസ്ഡ് പ്രോബ്ലം ലിന്ദാൽ ടാക്സേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് പീപ്പിൾ വിൽ ഇൻക്ലൈൻഡ് ടു അണ്ടർ റിപ്പോർട്ട് ദെയർ ഡിമാൻഡ്സ് ഫോർ പബ്ലിക് ഗുഡ്സ് ഓർ സർവീസ്. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആൾക്കാർക്ക് എന്താണെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന അനുസരിച്ച് ടാക്സ് പേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അവർ അണ്ടർ റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അണ്ടർ വാല്യൂ ചെയ്യും പബ്ലിക് ഗുഡിനെ. സോ സ്വാഭാവികമായിട്ട് കുറച്ച് എമൗണ്ട് ഓഫ് ടാക്സ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ അതാണ് എന്ത് ലിന്ദാൽ പ്രൈസിങ് ആൻഡ് ലിന്ദാൽ ഇക്വിലിബ്രിയം. ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് അനുസരിച്ച് ടാക്സ് പേ ചെയ്യുക. അങ്ങനെ ഡിമാൻഡും സപ്ലൈയും കൂടി ഈക്വലന്റ് ആകുന്ന പോയിന്റിലായിരിക്കും ലിന്ദാൽ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത്. ഇതിനൊരു ഇൻഫോർമേഷൻ അസിമെട്രി പ്രോബ്ലം ഉണ്ടാവും, അതായത് പ്രിഫറൻസ് റിവീലേഷൻ പ്രോബ്ലം എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇൻഡിവിജ്വൽസ് അവരുടെ പബ്ലിക് ഗുഡിന്റെ പ്രിഫറൻസ് അണ്ടർസ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ സ്വാഭാവികമായിട്ട് ഒരു പ്രിസണേഴ്സ് ഡിലെമ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. You can understand it by hearing it again. And again, if you have any doubts, please kindly comment in the comment section below. Enjoy learning and God bless you all. Thank you so much.